മഴ തോരും മുമ്പേയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സ്റ്റാൻലിയോട് കഥകളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞാനേ സത്യം അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ സത്യം മനസ്സിലായെന്ന് ചോദിക്കും. പറയും, അലീന കൂട്ടുകാരിയോട് പറഞ്ഞത് മാത്രം ഞാൻ കണക്കിലെടുത്തില്ല. ഞാൻ നേരെ പോയത് നീലഗിരിക്കിന്. അവിടെ ചെന്ന് വൈദ്യരെ മൂത്ത സഹോദരനോട് ചോദിച്ചു, നിങ്ങളുടെ സഹോദരി വിവാഹത്തിന് മുന്നേ ഒരു പെൺകുഞ്ഞിനെ ജന്മം കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അതേന്നുള്ള മറുപടിയായിരുന്നു. തിരിച്ചു വരുന്ന വഴിക്ക് നിങ്ങളെ എൻ്റെ കയ്യിൽ കിട്ടിയാലുണ്ടല്ലോ മിസ്റ്റർ സ്റ്റാൻലി ജോസഫ്, നിങ്ങളെ ഞാൻ വീട്ടിൽ വെച്ച് കൊല്ലുമായിരുന്നു. നിങ്ങളെ മാത്രമല്ല, വൈജയന്തിയെ, അലീനയെ, 3 പേരെയും കൊല്ലാനുള്ള ദേഷ്യം എനിക്കുണ്ടായിരുന്നു. പക്ഷേ ഞാൻ വീണുപോയി മിസ്റ്റർ. ഹാർട്ട് അറ്റാക്ക് എന്നിങ്ങനെ പറയുന്നു. 2 ആഴ്ചത്തോളം ICUവിലൊക്കെ ആയിരുന്നു. തിരിച്ചു വന്നപ്പോൾ ഞാൻ എൻ്റെ ദേഷ്യത്തെ ഒന്ന് നിയന്ത്രിച്ചു. എൻ്റെ ലിസ്റ്റിലെ പലരെ ഞാൻ വെട്ടിക്കുറച്ചു. ശത്രുക്കളുടെ എണ്ണം ഞാൻ കുറച്ചു. ശിവശങ്കര മേനോനെയും രാജീവനെയും ഗംഗാധരനെയും കുഞ്ഞിരാമമേനോനെയും എല്ലാവരെയും ഞാൻ വെട്ടിക്കുറച്ചു. ഇപ്പം എനിക്ക് ഒരേ ഒരു ശത്രു മാത്രമേ ഉള്ളൂ മിസ്റ്റർ സ്റ്റാൻലി. അതാരാണെന്നറിയോ എന്ന് ചോദിക്കും. അപ്പോൾ സ്റ്റാൻലി ഇങ്ങനെ ആകാംക്ഷയോടെ മുഖത്തേക്ക് നോക്കി നിൽക്കണ്. ബാലചന്ദ്രൻ അപ്പോൾ ഇങ്ങനെ പറയുന്നു, വൈജയന്തി. വിവാഹത്തിന് മുന്നേ രഹസ്യമായൊരു രഹസ്യകാമുകനുണ്ടായതും അതിലൊരു കുഞ്ഞ് ജനിച്ചതുമായ വൈജയന്തി മാത്രമാണ് ഇപ്പം എൻ്റെ ശത്രു എന്ന് പറയുന്നു. അപ്പോൾ അയാളിങ്ങനെ ആകെ ഞെട്ടി നിൽക്കണ്. കാരണം എന്താണെന്നറിയോ, 22-23 വർഷം അവൾ എൻ്റെ മുന്നിൽ പതിവ്രത ചമഞ്ഞു. അഹങ്കാരവും ധാർഷ്ട്യവും കൊണ്ട് നടന്നവളെ, എന്നെ ഒരു തരിമ്പ് പോലും ദയയില്ലാതെ എന്നെ ചതിച്ചവളെ, അവൾ മാത്രമായി എൻ്റെ ശത്രു എന്ന് പറയുന്നു. പിന്നെ വേറൊരു രസം, വൈജയന്തിക്ക് അലീനനെ കണ്ണെടുത്താൽ കണ്ടുകൂടാ. ഈ ചെകുത്താൻ കുരിശ് കണ്ടെന്നൊക്കെ പറയില്ലേ, അതുപോലെ ഇനി എങ്ങനെയെങ്കിലും അവളെ വീട്ടിൽ നിന്ന് ഓടിക്കണം എന്നുള്ള ഒരൊറ്റ ചിന്തയോടെ നടക്കുകയായിരുന്നു. നടക്കാണ്ടായപ്പോൾ വീട് വിട്ടിറങ്ങി മഹതി. ഇപ്പോൾ സ്വന്തം വീട്ടിലാണെന്ന് പറയും. അലീനനെ പറഞ്ഞയച്ചിട്ട് വേണം അവൾക്ക് വരാൻ എന്നൊക്കെ പറയുന്നു. എങ്ങനെയുണ്ട് എൻ്റെ കഥ എന്ന് ചോദിക്കും. അപ്പം തൊണ്ടയിൽ ഇങ്ങനെ വെള്ളമില്ലാണ്ട് നിൽക്കുന്ന സ്റ്റാൻലി ആകെ തരിച്ച്. പറയണതൊക്കെ സത്യമെന്ന് അയാൾക്ക് മനസ്സിലായി. അങ്ങനെ അയാൾ പറയുന്നു, വിറച്ചു കൊണ്ട് ഇങ്ങനെ പറയുന്നു, എനിക്ക് എൻ്റെ മോളെ ഒന്ന് കാണണം എന്ന് പറയും. അപ്പോൾ എന്തിന് അങ്ങനെ കാണണേന്ന് ബാലചന്ദ്രൻ ചോദിക്കും. സംശയമൊക്കെ ഉണ്ടെങ്കിൽ തീർക്കാനാണോ എന്ന് പറയും. സംശയങ്ങളൊക്കെ തീർത്തിട്ട് മതി മിസ്റ്റർ സ്റ്റാൻലി എന്ന് പറയും. അതിനുശേഷം പിന്നെ കാണിക്കുന്നത് ഗോവർദ്ധൻ വന്ന് ബാലചന്ദ്രനെ വിളിക്കുന്നു. അപ്പോൾ ബാലചന്ദ്രൻ ബാലേട്ടൻ എവിടെയാന്ന് ചോദിക്കും. ഞാൻ എവിടേക്ക് കയറി വരണ്ടേന്ന് ചോദിക്കും. ഞാൻ ഈ ഹോട്ടലിൻ്റെ മുന്നിലുണ്ടല്ലോ എന്ന് പറയും. ഒരിക്കലേക്കും കയറി വരണ്ട, ഞാൻ ദേ അങ്ങോട്ട് വരുന്നുണ്ടെന്ന് പറയും. അങ്ങനെ അവിടെ എത്തും. ബാലേന്ദ്രനെ കാണുമ്പോൾ ഭയങ്കര ടെൻഷൻ. എന്താ പറ്റിയത്, എന്താ ബാലേട്ടൻ ഇവിടെ രാവിലെ തന്നെ എന്ന് ചോദിക്കും. താൻ എന്തിനാണോ ടെൻഷൻ അടിക്കുന്നത്, ഇവിടെ അയാൾ വന്നിട്ടുണ്ട്. ആര്? സ്റ്റാൻലി ജോസഫ്. എന്തിന്? അയാൾക്കേ അലീനനൊന്ന് കാണണം. ഞാൻ പറഞ്ഞതൊക്കെ സത്യമാണോ എന്നറിയണം. ഇത്രയും പറഞ്ഞിട്ട് അയാൾക്ക് വിശ്വാസമായില്ലേ എന്ന് ചോദിക്കും. എടോ, ആരായാലും അങ്ങനെയല്ലേ, 22 വർഷങ്ങൾക്ക് മുന്നേ ഒരു കുട്ടിയുണ്ടെന്ന് പറഞ്ഞ്, വിവാഹത്തിന് മുന്നേ ഒരു കുട്ടിയുണ്ടെന്ന് പറഞ്ഞ ഒരാൾ വന്നാൽ നമ്മളാണെങ്കിലൊന്ന് സംശയിക്കില്ലേ എന്ന് ചോദിക്കും. അത് മനുഷ്യ സഹജമുണ്ടോ, അതുകൊണ്ടാണ് അയാളതൊന്ന് അന്വേഷിച്ച് വന്നതെന്ന് പറയും. എന്നിട്ട് ബാലേട്ടൻ എന്ത് പറഞ്ഞു? എന്ത് പറയാൻ, അയാൾ കാണട്ടടോ എന്ന് പറയും. അപ്പോൾ വൈജയടത്തി, ആവശ്യമില്ലാത്ത പേരുകളൊന്നും ഇതിൻ്റെ ഇടയിൽ വലിച്ചിടണ്ട ഗോവർദ്ധ. ആദ്യം സ്റ്റാൻലി ജോസഫ്, അയാൾ ഊഴം കഴിയട്ടെ, അയാൾ ചെയ്യാനുള്ളതൊക്കെ ചെയ്യട്ടെ, അതിനുശേഷം മതി വൈജയന്തി. ഇങ്ങനെ പല്ല് കടിച്ചിട്ട് പറയുന്നുണ്ട്. പറയും, പെട്ടെന്ന് തന്നെ പറയും ഗോവർദ്ധ, പെട്ടെന്ന് തന്നെ ആ വക്കീലിനെ വിളിക്കും. എനിക്ക് അയാളോടൊരു കാര്യം സംസാരിക്കാനുണ്ട്. വക്കീലായിട്ട് കുറച്ച് കാര്യങ്ങൾ തീരുമാനിക്കാനുണ്ടെന്ന് പറയും. ശരി ബാലേട്ടാ, ഞാൻ ഇപ്പം തന്നെ വിളിക്കാമെന്ന് പറയും. അങ്ങനെ പിന്നെ കാണിക്കുന്നത് സ്റ്റാൻലിനെ മുറിയിൽ സോഡക്കുപ്പിയും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ റൂം പോയി കൊണ്ടു കൊടുക്കണം. എന്താ പറയും, സാർ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി എന്ന് പറയും. ശരി താങ്ക്സ് എന്ന് പറയും. എന്നിട്ട് അയാൾ സോഡ പൊട്ടിച്ച് ബ്രാൻഡിയിൽ ഒഴിച്ച് ഇങ്ങനെ കുടിക്കാൻ പോകണം. അപ്പോൾ അപ്പച്ചൻ വിളിക്കും. എന്താ അപ്പച്ച, നീ എവിടെയാ? കുളത്തൂപ്പുഴയില്ലാന്ന് മനസ്സിലായി. ഞാനിപ്പോൾ നിൻ്റെ വീട്ടിൽ നിന്നാണ് വിളിക്കുന്നത്. ഞാൻ പാലാ വരെ ഒന്ന് വന്നു. എന്തിന്? പാലയിൽ എന്തിനാ നീ പോയേന്ന് ചോദിക്കും. അയാളില്ലേ ബാലചന്ദ്രൻ, എന്നെ കാണാൻ വന്നേ, അയാളൊന്ന് കാണാൻ. എന്ത് കാര്യത്തിന് എന്നറിയും. അയാൾ പറഞ്ഞതൊക്കെ സത്യമാണെന്ന് അറിയണ്ടേ, അതിനു വേണ്ടി വന്നാണ്. എടാ, ഞാൻ പറഞ്ഞതെല്ലാം സത്യമാണെന്ന് വിചാരിക്കട്ടെ, അപ്പം നീ എന്തിനാ അതെടുത്ത് ആവശ്യമില്ലാണ്ട് തലയിൽ വയ്ക്കുന്നത്? കാലിലൊരു മുള്ളു കൊണ്ടിട്ടുണ്ടെങ്കിൽ വലിയ സൂചി കൊണ്ട് തോണ്ടിക്കളയാം. ഇതിപ്പോൾ ഒരു പെൺകുട്ടീന് വലിയ JCB എടുത്ത് തോണ്ടിയാൽ പോലും
പോകില്ല ഏട്ടാ, നീ ആവശ്യമില്ലാത്തടത്ത് കഴിഞ്ഞിട്ട് തലയിൽ വെക്കണ്ട. വേലിക്ക് എടുക്കണ പാമ്പിനെ എടുത്ത് തലയിൽ വെച്ച പോലെ തോളത്ത് വെച്ച പോലെ ആവട്ടെ ലാലിച്ച. എന്തായാലും സംഗതികളൊക്കെ അയാൾ പറഞ്ഞതൊക്കെ ഒരുവിധം സത്യം തന്നെയാണ് വെച്ചാൽ. പ്രായം, വർഷം, സംഭവങ്ങളെല്ലാം അയാൾക്ക് എങ്ങനെ അറിയാം ഞാൻ വൈജയന്തി എന്ന് പറഞ്ഞിട്ട് ലേഡിയായിട്ട് പ്രണയത്തിലായിരുന്നെന്നും അവൾ 8 മാസം ഗർഭിണിയായിരുന്നെന്നും അയാൾ എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞില്ലേ. അപ്പം അത് സത്യം തന്നെയല്ലേ എന്നിങ്ങനെ പറയുന്നു. ആ, നിൻ്റെ ഇഷ്ടം. നീ ഇപ്പം എന്ത് ചെയ്യാൻ പോണു? ഞാൻ അവളെ ഒന്ന് കാണാൻ പോണു. കാണട്ടെ, എന്നിട്ട് തീരുമാനിക്കാം. കണ്ടോ, നിൻ്റെ മനസ്സിൻ്റെ വിഷമം മാറാൻ നീ അത് കണ്ടോ. പക്ഷേ നീ ഇങ്ങോട്ടൊന്നും വിളിച്ചുകൊണ്ട് വരണ്ട കേട്ടാന്ന് പറയും. ആ, അപ്പച്ചൻ വെക്കി എന്ന് പറഞ്ഞ് അയാൾ ഫോൺ വയ്ക്കും. പിന്നെ ബാലേന്ദ്രൻ്റെ വീട് കാണിക്കുന്നത് ആദ്യം രോഹിത് ഷൂ ഒക്കെ ഇട്ട് കഴിഞ്ഞിട്ട് ഇറങ്ങിപ്പോണ് കോളേജിലേക്ക്. ടാറ്റ ചേച്ചി, പോയിട്ട് വരാമെന്നൊക്കെ പറഞ്ഞ് തിരിഞ്ഞൊക്കെ നോക്കി ചിരിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അനിയത്തിമാരിറങ്ങും. അപ്പോൾ അനിയത്തിമാർ വണ്ടിമേൽ കയറും. ബബിതേ, നീ ലഞ്ച് ബോക്സൊക്കെ എടുത്തോന്ന് ചോദിക്കും. എടുത്ത് എന്ന് പറയും. അപ്പോൾ വണ്ടിമേൽ നിറച്ച് ചെളി. എന്താടി ബബിത ഇത്, നിനക്കത് വരുമ്പോൾ ഓസിട്ട് ഒന്ന് കഴുകിക്കൂടെ എന്ന് പറഞ്ഞിട്ട് ഒരു തുണിയൊക്കെ എടുത്ത് തുടച്ചൊക്കെ കൊടുക്കും. ഞാൻ കൃഷ്ണമോൾ പറയും, ഞാൻ ചോറ് എടുത്തിട്ടില്ല ചേച്ചി, എനിക്ക് പരീക്ഷയല്ല, എനിക്ക് ഉച്ചയ്ക്ക് ഇവിടെ നിന്ന് ഊണ് എന്ന് പറയും. പ്രാർത്ഥിക്കണം കേട്ടാന്ന് പറയും. അങ്ങനെ ചേർത്തി അനിയത്തിയും കൂടെ അലീനോട് ടാറ്റൊക്കെ പറഞ്ഞ് അവരും പോകും. അതിനുശേഷം പിന്നെ കാണിക്കുന്നത് ബാലചന്ദ്രനെയാണ്. ബാലചന്ദ്രൻ മൂക്കൊക്കെ കഴുകി വരികയാണ്. അപ്പോൾ ഫോൺ ബെല്ലടിക്കുന്നുണ്ട്. നോക്കിയപ്പോൾ സ്റ്റാൻലി ജോസഫാണ്. മൈൻഡ് ചെയ്യാണ്ട് ബാലചന്ദ്രൻ മുടിയൊക്കെ ഈരണ്. അത് കഴിഞ്ഞ് കട്ടാവും. രണ്ടാമതും വിളിക്കും. അപ്പോൾ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട് എടുക്കണേ. മിസ്റ്റർ ബാലചന്ദ്രൻ, ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. താങ്കൾ അതിനെക്കുറിച്ചൊരു മറുപടിയും പറയാത്തത് കൊണ്ട് ഞാനിവിടെ വെയിറ്റിങ്ങിലാണെന്ന് പറയും. അലീനനെ ഒന്ന് കാണാൻ എന്നൊരു സാഹചര്യവും സന്ദർഭം ഒരുക്കാൻ എന്താ വേണ്ടതെന്ന് പറയും. താങ്കളെ ഞാൻ വിളിക്കാനിരിക്കുകയായിരുന്നു. താങ്കൾ സ്റ്റാൻലി ജോസഫ് എന്നൊന്നും പറയണ്ട. താങ്കളെ നമ്പർ ഇപ്പോൾ എനിക്ക് കാണാപ്പാടാണ്. താങ്കൾക്ക് വീട്ടിലേക്ക് വരാൻ പറ്റുമെന്ന് ചോദിക്കും. വീട്ടിലേക്കോ? നേരിട്ട് ഞങ്ങൾ തമ്മിൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വേണ്ട എന്ന് പറയും. അല്ല, കുഴപ്പമില്ല, ഞാൻ വരാം, താങ്കൾ ലൊക്കേഷൻ ഇട്ടാൽ മതി. ശരി എന്ന് പറയും. അല്ല, വരുമ്പോൾ എന്ത് പറയണം? നമ്മൾ രണ്ടുപേരും രണ്ട് സംസാരം ആവരുതല്ലോ എന്ന് പറയും. എൻ്റെ ഒരു ക്ലൈമെന്ന് പറഞ്ഞാൽ മതി, കൂടുതലൊന്നും അവൾ ചോദിക്കില്ല എന്ന് പറയും. ശരി, എന്നാൽ അങ്ങനെ ആവട്ടെ എന്ന് പറയും. അങ്ങനെ സ്റ്റാൻലി ഫോൺ വയ്ക്കും. ലൊക്കേഷൻ അപ്പം തന്നെ സെൻഡ് ചെയ്ത് കൊടുക്കും. അതിനുശേഷം അലീന മുകളിലേക്ക് വരുന്നു. അച്ഛാന്ന് വിളിച്ചിട്ട്, എന്താടി, എന്താ നീ ചായ ഇല്ലാണ്ട് വന്നേ? ചായ വരെ കുടിച്ചില്ലേ? ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ അത് മതി എന്ന് പറയും. ഓ, നീ അതിനും കണക്ക് വെച്ചിട്ടുണ്ടോ? ആ, ഉണ്ട് എന്ന് പറയും. ചില കാര്യങ്ങൾക്കൊക്കെ കണക്കുള്ളത് നല്ലതെന്ന് അച്ഛാന്ന് പറയും. പിന്നെ അച്ഛാ, എനിക്കൊന്ന് പുറത്ത് പോകണമായിരുന്നു എന്ന് പറയും. എവിടേക്കാന്ന് പറയും. 1-2 അനാഥാലയങ്ങളിൽ പോകാനുണ്ട് അച്ഛാ. ഇനിയിപ്പോൾ എനിക്ക് പോകാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് കുറച്ച് സാധനങ്ങളൊക്കെ അവർക്ക് മേടിച്ച് കൊടുക്കണമെന്ന് പറയും. അയ്യോടി, നാളെ പോവാന്ന് പറയും. അതെന്താ? അച്ഛൻ പോകണ്ടെങ്കിൽ ഞാൻ അച്ഛൻ്റെ കൂടെ പോകാം, അല്ലെങ്കിൽ അച്ഛൻ പോയിട്ട് ഞാൻ പോകാമെന്ന് പറയും. അതല്ല, ഇന്നൊരാവശ്യമുണ്ട്, നമുക്ക് നാളെ പോവാം, ഞാനും കൂടെ നിൻ്റെ കൂടെ വരാം. എന്തിനേന്ന് ചോദിക്കും. നീ പോയി കഴിഞ്ഞാൽ നീ ഇല്ലാത്തൊരു കുറവ് അവർക്ക് വരുത്തണ്ടല്ലോ. ഞാൻ അവർക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഞാൻ എത്തിച്ചോളടി മാസം. സത്യമാണ് അച്ഛൻ പറയണത് എന്ന് പറയും. പിന്നെന്താ, സത്യം അല്ലാണ്ട്? സത്യം തന്നെയാണ് പറയണതെന്ന് പറയും. അലീനയ്ക്ക് വിശ്വസിക്കാൻ പറ്റില്ല. സന്തോഷവും സങ്കടമൊക്കെ കൊണ്ടറിയും. അച്ഛൻ എന്ത് പറ്റി? അച്ഛൻ ഇങ്ങനെയൊന്നും പറയുന്ന ആളല്ലല്ലോ. ഞാൻ പോകുമ്പോൾ കുറ്റം പറയുന്ന, ഞാൻ ഇങ്ങനെ പോകുന്നതിന് എന്നെ വഴക്ക് പറയുന്ന ആളല്ലേ എന്ന് പറയും. നിൻ്റെ ഇഷ്ടം എന്താണോ അതാണ് എൻ്റെ ഇഷ്ടം. നീ ഇല്ലാണ്ട് അവർ പട്ടിണി കിടക്കണ്ട. അതുകൊണ്ട് നിൻ്റെ ഒരു പോരായ്മ അവരാരറിയാനും പാടില്ല. അതുകൊണ്ടാണ് അച്ഛൻ പറഞ്ഞത് നാളെ പോകാം, ആ സ്ഥലങ്ങളൊക്കെ ഞാനും കണ്ടിരിക്കാം, ഞാൻ എത്തിച്ചു കൊടുത്തോണ്ട് അവർക്ക് വേണ്ട സാധനങ്ങൾ എന്ന് പറയും. അലീനയ്ക്ക് ഭയങ്കര സന്തോഷമാവും. താങ്ക്സ് അച്ഛാ എന്ന് പറയും. ശരി, പോടി അവിടെ നിന്ന്, അവളൊരു താങ്ക്സ് എന്ന് പറയും. അലീന ചിരിച്ചു കൊണ്ട് പോകും. ബാലചന്ദ്രൻ ചിരിച്ചുകൊണ്ട് തന്നെ ഇങ്ങനെ നിൽക്കുന്നു അവൾ പോണത് നോക്കി. അതിനുശേഷം പിന്നെ കാണിക്കുന്നത് പ്രമോഭാഗമാണ്. നെടുമ്പുരയ്ക്കൽ വീടിൻ്റെ ഗേറ്റ് കടന്ന് സ്റ്റാൻലി ജോസഫ് വരികയാണ്. സ്റ്റാൻലിക്ക് നല്ലൊരു ടെൻഷനുണ്ട്. വൈജയന്തി അവിടെ ഇല്ലയെന്നറിയാം, എന്നാലും സ്വന്തം മകളെ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ആദ്യമായിട്ട് കാണാൻ പോണ്. അങ്ങനെ ബാലചന്ദ്രൻ സ്വീകരിച്ചിരുത്തുന്നുണ്ട്. അതിനുശേഷം അലീനയുടെ മുഖം അങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ കോണിപ്പടിയുടെ സൈഡിൽ കൂടെ അങ്ങനെ സ്റ്റാൻലി കാണുന്നുള്ളൂ, വ്യക്തമായിട്ട് കാണില്ല. അതിനുശേഷം ചായയും കൊണ്ടുവരുമ്പോൾ സ്റ്റാൻലി ജോസഫിന് ചായ മേടിക്കാൻ തോന്നുന്നില്ല. ആളാകെ ഞെട്ടിത്തരിച്ച് നിൽക്കണ്. എന്താ സ്റ്റാൻലി, എൻ്റെ മകളെ, ഇതാ എൻ്റെ മകളാണ് അലീന, എവിടെയും മുന്നേ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കും, ഒന്നറിയാത്ത പോലെ. ഏതോ ഒരു മുൻപരിചയം പോലെ തോന്നുന്നു, എവിടെയോ കണ്ട പോലെ തോന്നുന്നു എന്ന് പറയും. എന്നിട്ട് അലീന ചായ കൊടുക്കുമ്പോൾ വിറക്കിന കൈ കൊണ്ടാണ് സ്റ്റാൻലി ചായ മേടിച്ച് കുടിക്കുന്നത്. സ്റ്റാൻലിക്ക് മനസ്സിലായി ഇത് തൻ്റെ മകളെന്നുള്ള കാര്യം.
മറ്റൊരാളും പറയണ്ട, ഒരു DNA ടെസ്റ്റും വേണ്ടാന്ന് അയാൾക്ക് ഒറ്റയടിക്ക് മനസ്സിലാവണം. അതിനുശേഷം പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ എനിക്കൊന്ന് ആലോചിക്കാനുണ്ടെന്ന് ബാലചന്ദ്രനോട് പറയുന്നു. ബാലചന്ദ്രൻ പറയും, ഞാൻ ഒരാളെ അടിച്ചേൽപ്പിക്കില്ല, എനിക്കവളൊരു ബാധ്യതയല്ല. എൻ്റെ മോള് എൻ്റെ കൂടെ സന്തോഷത്തോടെ ഈ വീട്ടിൽ കഴിയും, എൻ്റെ മക്കളുടെ ചേച്ചിയായിട്ടെന്ന് പറയും. മിസ്റ്റർ, എന്നെ അങ്ങനെ താത്തി കെട്ടണ്ട. ഞാൻ പറഞ്ഞില്ലേ, എനിക്കറിയാം ഓരോരുത്തരുടെ സാഹചര്യവും മനസ്സും എല്ലാം എനിക്കറിയാം. കുറച്ച് സമയം വേണമെന്ന് മാത്രം ഞാൻ പറഞ്ഞുള്ളൂ ഒന്ന് ആലോചിക്കാൻ എന്ന് പറഞ്ഞ് സ്റ്റാൻലി തിരിഞ്ഞു നിൽക്കുമ്പോൾ ബാലചന്ദ്രൻ ക്രൂരമായൊരു ചിരിയോടെ അയാളെ തന്നെ നോക്കി നിൽക്കുന്നതോടെയാണ് പ്രൊമോയുടെ അവസാന ഭാഗം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.